ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന കായ്പോളേൻ്റെ റെസിപ്പിയും പിന്നെ കുറച്ച് ഷോപ്പിംഗ് എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം. എന്നിട്ട് ഞാനിതാ 5 മുട്ട ഉണ്ടല്ലോ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഏലക്കായും ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്തിട്ട് ഒരു ബാലൻസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതാ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഇതാ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് എടുക്കാം. നെക്സ്റ്റ് ഇതാ 2 പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 1 ടീസ്പൂണ് ഗീ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ അടുപ്പത്തോട്ടേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഗീ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇറ്റായിട്ട് വരുമ്പോൾ കുറച്ച് ഇതാ അണ്ടിപ്പരിപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കോരി മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ പഴം നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടൊരു യെല്ലോ കളർ ആകുന്നത് വരെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കട്ടെ. ഇതാ ആ ഒരു പാനിലോട്ടേക്ക് തന്നെ കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക പാനിൻ്റെ. ഇതാ അടിച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഹാഫാക്കിയിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം. ഉണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കായ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബാറ്ററിൻ്റെ മേലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് എടുക്കുക. ഇതൊരു സിമ്പിളായിട്ട് എന്നാൽ പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അല്ലാണ്ട് പഴം അരച്ചിട്ടെല്ലോ ഉണ്ടാക്കും അങ്ങനെയെല്ലാം ഉണ്ടാക്കും ഞാൻ. പക്ഷേങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു രീതിക്കാണ്. ഇപ്പോൾ ഉണ്ടല്ലോ പഴയെല്ലാം നന്നായിട്ട് കടിക്കാനെല്ലാം കിട്ടി. ഞാനൊരു 12 മണി ആ ഒരു ടൈമായപ്പോൾ കുട്ടിയൊക്കെ ഇങ്ങനെ ഇതിൽ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ട് കുട്ടിക്ക് കഴിക്കാനായിട്ട് കൊടുക്കലാന്ന്. മുട്ടയാണ്. പിന്നെ ഞാൻ ചോറിൻ്റെ സമയത്ത് എണീച്ചപ്പോൾ ഇങ്ങനെ ഇതാ അടുത്തൊരു വീഡിയോ വന്ന് ഇത് എണീറ്റുണ്ടല്ലോ ഓട്സ് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിലോട്ടേക്ക് പാലെല്ലാം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഇട്ട് കൊടുക്കലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എഗ്ഗ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അധിക ദിവസവും ചോറിന് കഴിക്കല. പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കഴിക്കൂ. അങ്ങനെയല്ലോ ആപ്പിളാലോ അങ്ങനെ എന്തെങ്കിലും ബനാനയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഞാൻ പിറ്റേന്ന് അന്ന് വീഡിയോ എല്ലാം എടുക്കുന്നത് നമുക്ക് കുറച്ച് സാധനമെല്ലാം വാങ്ങാനായിട്ട് പോകാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റിലേക്ക് പോയി വേഗത്തിൽ പോയതുപോലെ നമുക്ക് തോന്നുന്നു. വിചാരിച്ച സ്ഥലത്തേക്ക് എത്താനായിട്ട് ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോഴേക്കും 5:30 മണിയെല്ലാം ആയിട്ടുണ്ടേനു. നമ്മൾ വിചാരിച്ച സ്പോട്ടിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുമില്ല. അപ്പോൾ പുട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്തേനെ ഒരു 10-15 മിനിറ്റ് ആ ഒരു ടൈമിനും ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ നോമ്പെല്ലാം തുറന്ന് അൽഹംദുലില്ലാ പിന്നെ അവിടുന്ന് തന്നെ ഫുഡാക്കി നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് വന്നിനി. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ കുട്ടിയൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തട്ടാ. ഇപ്പം ഇന്ന് എനിക്ക് അത്ര പണിയൊന്നും ഇല്ല. കാരണം ഉണ്ടല്ലോ ഫുഡ് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ അതെല്ലാം കഴിക്കലാന്ന്. പിന്നെ നമ്മൾ ചോറിന് പിന്നെ ഓട്സ് തന്നെയാണ് കഴിക്കൽ. പിന്നെ എഗ്ഗോ പിന്നെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും കഴിക്കൽ. ഈ ഒരു വീഡിയോ ഇത്രയെല്ലാന്നേ ഉള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാം സപ്പോർട്ടാക്കുക. എന്നാൽ പിന്നെ ബൈ ബൈ.